ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മലയാളികളായ ദൈവമക്കളോട് ആണ് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു പ്രസിദ്ധിയുള്ള പെരുമയുള്ള ആളല്ല. ഞാനൊരു വലിയ വേദാധ്യാപകനോ ഒരു പേര് കേട്ട പ്രസംഗകനോ ശ്രേഷ്ഠമായ അഭിഷേകവും ആത്മവരങ്ങളും നിറഞ്ഞ ഒരു ദൈവഭൃത്യനോ അല്ല. ഞാൻ വെറും ഒരു സാധാരണ വിശ്വാസി. കർത്താവിനെ സ്നേഹിക്കുകയും ദൈവവചനത്തെ അത്യധികം ബഹുമാനിക്കുകയും കർത്താവിൻ്റെ വരവിനായി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുകയും ദൈവത്തിൻ്റെ ശ്രേഷ്ഠന്മാരായ ദാസന്മാരെയും ദാസിമാരെയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. 45 പരം വർഷങ്ങളായി ബോംബെയിൽ താമസിക്കുന്ന ഒരു മലയാളി. അതുകൊണ്ട് എൻ്റെ ഭാഷ അത്ര ശുദ്ധമായിരിക്കണം എന്നില്ല. ഞാനൊരു യൂട്യൂബർ അല്ല. ആകെക്കൂടെ ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ ചെറിയ കൂട്ടത്തിൻ്റെ ഞായറാഴ്ചയിലെ ആരാധന യൂട്യൂബിൽ ഇടാറുണ്ട്. അത് ആരാധനയിൽ സംബന്ധിക്കാൻ കഴിയാതെ പോകുന്ന ഞങ്ങളുടെ വിശ്വാസികൾക്കും പിന്നീട് വളരെ കുറച്ച് ആളുകൾ മാത്രം അവിടെയും ഇവിടെ ഇരുന്ന് ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതും മുറിഞ്ഞ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആണ്. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും അത് പ്രയോജനമുണ്ടാകുകയില്ല എന്ന് എനിക്കറിയാം. അല്ലാതെ ഞാനൊരു യൂട്യൂബറല്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാഹസം കാണിക്കുന്നത്. ഇതും അധികം ആളുകൾ കാണുകയില്ല എന്ന് എനിക്ക് അറിയാം. ഞാൻ പ്രസിദ്ധനും അല്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ ഞാൻ വളരെ നാളുകളായി ബഹുമാനിക്കുകയും വായിച്ചു കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു ദൈവദാസൻ PG വർഗീസ് അങ്കിൾ. അദ്ദേഹം നൃത്തം ചെയ്തതിനെക്കുറിച്ചും ആഭാസകരമായി പെരുമാറിയതിനെക്കുറിച്ചും ഒക്കെയുള്ള പല വീഡിയോകൾ പ്രചരിക്കുന്നത് കണ്ടു. എനിക്ക് ദൈവദാസനെ അടുത്ത് പരിചയമില്ല, കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. എന്നാൽ വളരെ നാളുകൾക്ക് മുൻപ് അദ്ദേഹം എഴുതിയ ചില പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുവാനുള്ള ഒരു കാരണം, ആദ്യ കാലങ്ങളിൽ അതുപോലെ കഷ്ടവും പീഡയും സഹിച്ച് ഉത്തരേന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ് എന്ന് ഞാൻ വിശ്വസിച്ച് അദ്ദേഹത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ 84 വയസ്സ് തികഞ്ഞിട്ടും ഇതുപോലെ നൃത്തം ചവിട്ടുവാൻ, ഇതുപോലെ ഉത്സാഹത്തോടെ ആവേശത്തോടെ നൃത്തച്ചുവടുകൾ വെപ്പാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നെ വിസ്മയിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തെക്കാളും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെ ഓടുവാനോ ചാടുവാനോ ഒന്നും എനിക്കറിയില്ല. നൃത്തം ചെയ്യുവാൻ ഒട്ടും അറിയുകയില്ല. എന്നാൽ അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ ഇത് കഴിയുന്നുണ്ട് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അദ്ദേഹം ചെയ്ത നൃത്തത്തിൻ്റെ മഹാത്മ്യമോ പാടിയ പാട്ടിൻ്റെ രീതിയെക്കുറിച്ചോ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മേൽ കടിച്ചു കീറുന്ന സിംഹങ്ങളെ പോലെ അനേക ഭക്തന്മാർ ചാടി വീഴുന്നത് ഞാൻ കണ്ടു. പലപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രമാത്രം സമർപ്പണത്തോടെ ദൈവവേല ചെയ്തിട്ടില്ല. ഇത്ര പേരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തിയിട്ടില്ല. ഇത്രമാത്രം കർത്താവിന് വേണ്ടി ഞാൻ യാഗമായി തീർന്നിട്ടില്ല എന്നെനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരും ചെയ്യുന്നവരുമായ ദൈവദാസന്മാരെ ദൂരത്ത് നിന്ന് കണ്ട് ബഹുമാനിക്കുന്നു. അവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ ദൈവദാസനെ ന്യായീകരിക്കാനായി ഈ വീഡിയോ ഇടുന്നത് അല്ല.
എന്നെ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് സംശയമുണ്ട്, ഈ ദൈവദാസനെ നീതീകരിക്കുന്നില്ല. ഒരു വിഗ്രഹത്തിന്റെ മുൻപിലോ അമ്പലമുറ്റത്തോ ഒരു കളിസ്ഥലത്തോ മറ്റുള്ള കൂട്ടങ്ങളിലോ അവരോട് ചേർന്ന് അദ്ദേഹം നൃത്തം ചെയ്തിരുന്നെങ്കിൽ അത് എന്നെയും വേദനിപ്പിക്കുമായിരുന്നു. എന്നാൽ ദൈവമക്കൾ കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ അദ്ദേഹം ദൈവ സന്നിധിയിൽ സന്തോഷത്തോടെ നൃത്തം ചവിട്ടിയെങ്കിൽ അതിനെ നിന്ദിക്കാൻ എനിക്ക് കഴിയുകയില്ല. അതിമനോഹരമായ ആ പാട്ട് വികലമായി പാടി എന്ന് ഞാൻ പറയുന്നത് കേട്ടു. പാട്ടിൻ്റെ ട്യൂണിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്നാൽ പാട്ടിനെ കുറിച്ച് ഒട്ടും അറിയാത്തൊരു മനുഷ്യൻ ഞാനല്ല താനും. ഒരു വളരെ പ്രസിദ്ധമായ ഒരു മ്യൂസിക് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ജോലി ഉപേക്ഷിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അല്പം സംഗീതത്തെക്കുറിച്ച് അറിയാം. കവർ വേർഷൻ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞങ്ങളും പല വളരെ ഇന്റർനാഷണൽ ഹിറ്റ്സ് ഒക്കെ കവർ വേർഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്കുണ്ട്. പല വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു പാട്ടിൻ്റെ ട്യൂണ് നമുക്ക് മാറ്റാൻ കഴിയും. അത് പാട്ടിയത് ശരിയാണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കങ്ങനെ വലിയ സന്തോഷമുള്ള ട്യൂണല്ല അത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ദൈവനാമത്തിന് അപവാദം വരുത്തുന്നതും ദൈവനിന്ദയും അല്ലായിരുന്നു. പരപരമേശ വരമരുളീശ നീ അത്ര എൻ്റെ രക്ഷാദാനം എന്നുള്ള പാട്ട് എൻ്റെ കൊച്ചുകാലം മുതൽ ഞാനും പാടിയിട്ടുണ്ട്. അനേക ദൈവമക്കൾ അത് പാടി ആശ്വസിക്കുന്നതും ആനന്ദിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തിയത് അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാത്രമേ വിമർശിക്കാൻ നാം ഉത്സാഹത്തോടെ മുന്നോട്ടിറങ്ങുന്നുള്ളൂ എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ദാവീദ് സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ മുൻപിൽ എങ്ങനെയാണ് നൃത്തം ചെയ്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മീഖൾ അവനെ പരിഹസിച്ചു എന്ന് മാത്രം അറിയാം. പുതിയ നിയമത്തിൽ സുന്ദരം എന്ന ദേവാലയത്തിൻ്റെ പടിവാതിൽക്കൽ കിടന്ന പക്ഷവാത രോഗി സൗഖ്യമായി എഴുന്നേറ്റ് നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ ആരാധിച്ചത് ഭാവനയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അപ്പോസ്തലന്മാർ എത്രമാത്രം ആഹ്ലാദിച്ചു, ആ ആഹ്ലാദം എങ്ങനെ പ്രകടിപ്പിച്ചു എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എനിക്ക് അതിനെ കഴിയുന്നില്ല. അതുകൊണ്ട് മാത്രം അതിനെ തെറ്റായി സ്ഥാപിക്കുവാൻ, അതിനെ വികലമായി ചിത്രീകരിക്കുവാൻ എനിക്ക് ധൈര്യം ഇല്ല എന്ന് മാത്രം. ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ കാണുന്നത് മുഴുവൻ ഒരു ദൈവദാസന്റെ വ്യക്തി ജീവിതത്തിലെ വീഴ്ചകളെ കുറിച്ചാണ്. അത് അതിര് കടന്ന സ്ത്രീ പീഡനത്തെ കുറിച്ചും ഉണ്ട്. അത് തികച്ചും അപലപിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനുവേണ്ടി യൂട്യൂബ് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതിൽ മാത്രം എനിക്ക് സംശയം ഉണ്ട്. ഞാൻ ലൈംഗികമായി വീണു പോകുന്നതും എൻ്റെ സാൻമാർഗിക ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നതും എന്നോട് ക്ഷമിക്കണം, തികച്ചും തെറ്റാണ്. എന്നാൽ അതുകൊണ്ട് അധികം പേർ നശിച്ചു പോകുന്നില്ല. അതിനെ അപലപിക്കുന്നവർ ചിലർ കണ്ടേക്കാം, പക്ഷെ അതിന് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകുന്നില്ല. ദാവീദ് ഉരിയാവിന്റെ ഭാര്യയെ എടുത്തതുകൊണ്ട് ഞങ്ങളും ചെയ്യും എന്ന് പറഞ്ഞ് അനേകർ അങ്ങനെ ചെയ്തതായി ഞാൻ അറിഞ്ഞിട്ടില്ല. ശലോമോന് 700 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരും 100-ലധികം ഭാര്യമാരെ എനിക്കും വേണമെന്ന് പറയുന്ന ഒരു വിശ്വാസിയെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചിലരുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പിഴവുകൾ നമുക്ക് ഒരു വാണിംഗ് ആയി നിൽക്കണം. നാം അതിനെ തികച്ചും അതിൽ നിന്ന്
മാറി നിൽപ്പാൻ, രക്ഷപ്പെട്ടു നിൽപ്പാൻ ദൈവകൃപയ്ക്കായി വാഞ്ചിക്കണം. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളെ നാം ശക്തമായി എതിർക്കുകയും പൊതുജനത്തിന്റെ സമക്ഷം അതിനെ ഊതി വീർപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവവചനത്തിന് വിരോധമായും പത്യോപദേശത്തിന് നിരക്കാത്തതുമായ കോമാളിത്തരങ്ങളും ദുരുപദേശങ്ങളും കൊണ്ട് മുഴുവൻ ആത്മീക ഗോളം നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെതിരായി പടവാള ഉയർത്തുന്ന ദൈവജനം എവിടെ? ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും മനസ്സിനെ വിഷമയമാക്കുന്ന, ഒരിക്കലായി ദൈവജനത്തിന് വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അതിവിശുദ്ധമായ വിശ്വാസത്തിന് നിരക്കാത്ത പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും, അങ്ങനെയുള്ള വലിയ ശുശ്രൂഷകൾ എന്ന പേരിൽ നടന്ന് ലക്ഷങ്ങളുടെ മനസ്സിനെ മലിനമാക്കി തീർക്കുമ്പോൾ അതിനെതിരായി ശബ്ദിക്കുന്നവർ വളരെ വിരളം. ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലെ ഒരു പരാജയമോ അവൻ ചെയ്യുന്ന തെറ്റോ ന്യായീകരിക്കത്തക്കതല്ല. പക്ഷെ അതിനെ ഊതി വീർപ്പിച്ച് അതിനെ അനേകം കഥകൾ ഉണ്ടാക്കി അനേകർ അതിനെ ഫോളോ ചെയ്യുമെന്നും അനേകർ അത് വായിച്ച് രസിക്കുമെന്നും അറിഞ്ഞതുകൊണ്ട് മാത്രം നാം ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മന്തുള്ള കാല് പൂഴ്ത്തിവെച്ച് മറ്റൊരു മന്ത് കാലനെ അപലപിക്കുന്നതിന് തുല്യമത്രേ അത്. ഒരുപക്ഷെ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഗർജിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന. ദൈവവചനത്തിൽ ഉടനീളം കാണുന്നു കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരും നിങ്ങളുടെ ഇടയിൽ കയറി വരും, നിങ്ങളിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വരും. അവരെ എതിർക്കണം, അവരെ ശക്തമായി എതിർക്കണം എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നാം മറ്റുള്ളവന്റെ ദാസന്റെ കുറവുകൾ, ഒരു ജീവിതത്തിലെ പരാജയമോ അല്ലെങ്കിൽ ആരാധനയിൽ അവൻ കാണിച്ചതായിട്ടുള്ള ഒരു 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 വികൃതിയോ, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, അതിനെയൊക്കെ ഊതി വീർപ്പിച്ച് വലിയ വലിയ വിഷയങ്ങളാക്കുമ്പോൾ ദൈവജനമേ സാത്താൻ അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ടാകും. നമ്മുടെ സഭകളിലൊക്കെ കടന്നുകൂടിയിരിക്കുന്ന ദുരാചാരങ്ങളും ദുരുപദേശങ്ങളും തെറ്റായ പഠിപ്പിക്കലുകളും കൊണ്ട് അനേകർ അമ്മാനമാടുമ്പോൾ, അങ്ങനെയുള്ളവരെ അനേക സ്റ്റേജുകളിൽ കയറ്റി നിർത്തി ജനം മതിമറന്ന് അട്ടഹസിച്ച് കയ്യടി കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയും യേശു കർത്താവ് അലറി നിലവിളിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനം നമ്മളുടെ കാതുകളിൽ ധ്വനിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വ്യക്തിഹത്യയും അല്ലെങ്കിൽ മനുഷ്യരെ തേജോവധം ചെയ്യുന്നതും തൊഴിലാക്കാതെ ദൈവവചനത്തിനും അവന്റെ ശ്രേഷ്ഠമായ ഉപദേശത്തിനും ഈ നാളുകളിൽ ദൈവം അവന്റെ ഉപദേശത്തെ ശ്രേഷ്ഠമാക്കട്ടെ. അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നുള്ള വലിയ ഒരു വാണിംഗ് നമ്മുടെ മുൻപിൽ കിടപ്പുണ്ട്. അതിന്റെ മുൻപിൽ വിറയലോടെ നിൽപ്പാൻ, വചനത്തിലേക്ക് മടങ്ങി വരുവാൻ, സത്യവിശ്വാസത്തെ മുറുകെ പിടിപ്പാൻ, സത്യവചനം പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരുടെ കരങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഈ എളിയവൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കാണുവാനും കേൾപ്പാനും സമയമെടുത്തെങ്കിൽ ഒരുപാട് 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 നന്ദി.